ഗൈസ്, അപ്പൊ നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ആക്ച്വലി ഇത് അമ്മ ഫ്രൈ ചെയ്യാൻ വെച്ച കുറച്ച് ചെമ്മീനായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് സെറ്റ് ആക്കുമ്പോഴത്തേനും അമ്മ നോർമലായിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന പോലെ അപ്പുറത്ത് സെറ്റ് ആക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ വിട്ട് നിൽക്കും അരി. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണിച്ചിട്ട് പോയത് ഞാൻ പറഞ്ഞ ചേച്ചിയാണ്. പിന്നെ ഉള്ളി ഒന്ന് വേണ്ടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് കൂടെ പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുത്തു. അതിന് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ ഉപ്പിട്ടു. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന ആകെ പൊടി എന്ന് പറയുന്നത് ഗരം മസാലയാണ്. പിന്നെ അതൊന്ന് സെറ്റായി വന്നപ്പോൾ അതിലോട്ടേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ സാധനമായ മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ട് കൊടുത്തു. അപ്പൊ അത് കുറച്ച് സമയം വേവിച്ച കറി സെറ്റായി. പിന്നെ നമ്മൾ ദമ്മിടാൻ കുറച്ച് വലിയൊരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് പകുതി റൈസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റൈസിന് മഞ്ഞ കളർ ഇട്ടാൻ വേണ്ടിട്ട് പാലിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച റോസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ദം ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിട്ടാണെങ്കിൽ അത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ മണം കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു ചെയ്തതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചേക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ആക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. എല്ലാവർക്കും ഇഷ്ടമായി. സൂപ്പർ.